നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാറിൽ കയറ്. സർ, അതല്ല. കയറാനാ പറഞ്ഞത്. സർ 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 ഒരു മിനിറ്റ്. സർ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോകണമെന്നോ? അവരുടെ കാറിനെ ചേസ് ചെയ്യാൻ പോവാ. അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ കൊണ്ട് തന്നോട് മാപ്പ് ചോദിപ്പിക്കും. കേറ്. സർ 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 വേണ്ട. ഞാൻ സാറിനെ കണ്ടപ്പോ അറിയാതെ കരഞ്ഞു പോയെന്നേ ഉള്ളൂ. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് സങ്കടം വന്നുപോയി. ഐശ്വര്യ അടുത്തൊന്നും വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചമേ വേണ്ട. നീ ഇതുപോലുള്ളവർക്ക് വേണ്ടി വെറുതെ വാദിക്കണ്ട. ചോദിക്കാനുള്ള കാര്യങ്ങള് അപ്പ ചോദിക്കണം. ഇത്രയും കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. എന്റെ മനസ്സ് വേദനിക്കുമ്പോ എനിക്ക് വേണ്ടി വാദിക്കാൻ സാറുണ്ടല്ലോ. അതിനപ്പുറം എനിക്ക് എന്താ വേണ്ടേ? ഐശ്വര്യ അടുത്ത് അപമാനിച്ചതൊക്കെ ഞാൻ മറന്നു. പക്ഷെ ഞാൻ മറക്കില്ല. നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലേ കളിയാക്കിയത്? എന്നാതേ ഒരാഴ്ചക്കുള്ളിൽ താൻ കാർ ഓടിച്ച് കാണിക്കാൻ പോവാ. മനസ്സിലായില്ല സർ. നാളെ മുതല് താൻ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവാ. ഞാനോ വണ്ടി പഠിക്കാൻ പോവാന്നോ? ഏത് വണ്ടി ഓടിക്കാൻ പോകുന്നു? ട്രെയിൻ ഓടിക്കാൻ പോവാ. നാളെ മുതല് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അല്ലെങ്കിൽ എന്തിനു നാളെ ആക്കണം? ഇപ്പൊ മുതല്, ഇന്ന് മുതല് തുടങ്ങാം. അയ്യോ അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. അറിയപ്പെടുന്ന ഒരു ഗായിക ആവുന്നതിനൊപ്പം തന്നെ ഒരു എക്സ്പെർട്ട് ഡ്രൈവറും ആവണം. ഞാൻ അപ്പുറത്തെ സീറ്റിൽ സുഖമായിട്ടിരിക്കുമ്പോ താൻ വേണം വണ്ടി ഓടിച്ചു പോവാൻ. എനിക്ക് പറ്റില്ല സർ. തനിക്ക് വേണ്ടി കേരളത്തിൽ ഒരു പ്രധാന സംഗീത സംവിധായകനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ ഞാൻ. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ റോഡിൽ കിടന്ന് തന്നോടും കൂടി വഴക്ക് കൂടാൻ വയ്യ. സാർ എന്താ പറഞ്ഞത്? സാറ് സംഗീത സംവിധായകനായിട്ട് വഴക്കുണ്ടാക്കിയെന്നോ? ഏത് സംവിധായകനായിട്ട്? സംഗീത സംവിധായകൻ ശിവാനന്ദുമായിട്ട്. ദൈവമേ, അദ്ദേഹമായിട്ടോ? എന്താ കാരണം വഴക്കുണ്ടാക്കാൻ? അദ്ദേഹത്തിനെ നമ്മൾ തുടങ്ങുന്ന മ്യൂസിക് കമ്പനി അങ്ങ് വിഴുങ്ങണം. പുള്ളിക്കാരന് പാർട്ണർ ആവണോന്ന്. ദൈവമേ, എന്നിട്ടോ? എന്നിട്ടെന്താ? പുള്ളിക്കാരന്റെ ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആർത്തി, അത്യാഗ്രഹം, താനുള്ളപ്പോ മറ്റാരും വളരണ്ട എന്നുള്ളൊരു ഭാവം, അഹങ്കാരം. അതിനൊക്കെ കൂടി ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ശിവാനന്ദ സാർക്ക് ഇങ്ങനെയാണോ? പല സാറുമാരും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ ഈ അഖിൽ സാറേ അങ്ങനെ അവൻ തീരുമാനിച്ചിട്ടില്ല. താനെന്തായാലും വണ്ടി കയറിക്ക്, നമുക്ക് ഓടിക്കാം. സർ, ഞാൻ വേണമെങ്കിലേ പാടാം, പക്ഷെ ഇത് പറ്റില്ല. പറ്റില്ലെന്നോ? ആര് പറഞ്ഞു? പറ്റും. ഇങ്ങോട്ട് വന്നേ. സർ വേണ്ട സർ. വരാൻ വാ. സർ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കേറ്. അയ്യോ വാ. സർ. ഈശ്വരാ. സർ എനിക്ക് പേടി. ആദ്യം ഈ കീ ഒന്ന് ഓണാക്കി. ഇങ്ങനെ ദൈവമേ. സർ വേണ്ട, ഇത് ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം സ്കൂട്ടർ ഓടിക്കാം. അത് ഷുവർ ആണല്ലോ. സ്കൂട്ടർ ഓടിക്കാം. സ്കൂട്ടർ ഓടിക്കാലോ? സ്കൂട്ടർ ഓടിക്കാം, ഉറപ്പ്. പ്ലീസ്. എന്നാ ഓക്കെ. ഇന്ന് സിദ്ധൻ സ്വാമിയുടെ വാക്കുകൾ കേട്ടപ്പോ കൂടുതൽ ഭയം വന്നു തുടങ്ങി. കുറച്ചു ദിവസം കാര്യങ്ങളൊക്കെ സന്തോഷത്തിൽ പോവും. വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് ചാടും. പണ്ട് മുതലേ എന്നെ സംബന്ധിച്ച്
സംബന്ധിച്ച് അങ്ങനെയാ. എടോ, അത് തനിക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാവർക്കും അങ്ങനെയാ. എടോ, വെറും സന്തോഷവും രസവും മാത്രമാണെങ്കിൽ ജീവിതത്തിന് എന്താണ് ഒരു ത്രില്ല്? കുറച്ച് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ വേണം. നമ്മളെ ഒരാളെ എതിർക്കുമ്പോഴാ നമ്മൾ കൂടുതൽ ശക്തരാവുന്ന. എതിർത്തവരെ തോൽപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ആ, ഇപ്പൊ തന്നെ ഐശ്വര്യടുത്തേയും കൂട്ടുകാരും തന്നെ കരയിപ്പിച്ചു. പക്ഷെ തന്റെ കണ്ണീര് തന്റെ ഉള്ളിൽ ശക്തിയാ തന്നത്, ഒരു അവസരം തന്നത് അല്ലേ? ഒരു വാഹനം ഓടിച്ച് പഠിക്കാനുള്ള അവസരം. സാറ് പറയുന്നൊക്കെ ശരിയാണ്. ഒക്കെ പരീക്ഷണങ്ങളുമായിരിക്കും. പക്ഷേ ചില പരീക്ഷണങ്ങൾ അതിൽ നമ്മൾ തോറ്റുപോകും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ല, സാറിനൊന്നും പറ്റരുത്. അതേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അത് ശരി. അപ്പോ തനിക്കിതേ തന്റെ ശ്രീകൃഷ്ണന് വിശ്വാസമില്ലേ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കക്ഷി കൂടെ ഉള്ളപ്പോഴാണോ സാധാ ശത്രുക്കളൊക്കെ പേടിക്കുന്ന? എടോ, ശത്രുക്കൾക്ക് തന്നെ തൊടാനുള്ള ശക്തി പോലുമില്ല. അതിന് തെളിവാണ് നമ്മൾ രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലേ? സത്യമല്ലേ? ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ദേ, നമ്മുടെ വില്ലന്മാര് കാരണം ഈ നായികയും നായകനും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അടുക്കാണ് അല്ലേ? നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്ത് അപ്പോ അടുക്കണ്ടെന്നാണോ? ആ, എന്നാ ശരി. വൈകാതെ എല്ലാം ശരിയാവും. ആ താലികെട്ട് മാറിയതോടെ എന്തോ ഒരു വലിയ വിഷമം എനിക്ക്. ഒക്കെ ശരിയാവും. നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുള്ളൊരു ജീവിതം അന്ന് മുതൽ തുടങ്ങാം. ഓക്കെ, ഞാൻ കാത്തിരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.